Padma Shri Dr. Bharat Mammootty is considered to be one of the greatest method actors in India, along with Nasiruddin Shah and Om Puri. His stellar performances, backed by 4 national awards, is a virtual proof of his acting prowess. His career saw a spectacular rise after the release of Joshi's New Delhi. The acting in this film heralded the arrival of Mammootty, the superstar. Then came ഒരു CBI diary കുറിപ്പ്, ഒരു വടക്കൻ വീരഗാഥ, മതിലുകൾ, പഴശ്ശിരാജ and so on. He has won accolades in the film field. I invite Dr. Bharat Mammootty to come forward and deliver the inaugural address. നമസ്കാരം. ഇവിടെ മലയാളം സംസാരിച്ചാൽ പിഴയൊന്നും അടയ്ക്കാൻ പറയുന്ന സ്കൂളല്ലല്ലോ. വളരെ വളരെ സന്തോഷമുണ്ട്. 25 വർഷക്കാലം ഒരു സ്കൂൾ വിജയകരമായി നടത്തിക്കൊണ്ടു പോവുക എന്നുള്ളത് തീർച്ചയായിട്ടും ശ്ലാഘനീയമാണ്. വിദ്യാഭ്യാസമെന്ന് നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നത് അക്ഷരാഭ്യാസവും നമ്മൾ പാഠപുസ്തകങ്ങളിൽ പഠിച്ചു പോകുന്ന ചില പ്രത്യേക കാര്യങ്ങളും മാത്രമാണ്. വിദ്യാഭ്യാസം യഥാർത്ഥത്തിൽ ഒരു സംസ്കാരത്തെ ഉൾക്കൊള്ളലാണ്. നമ്മൾ അറിയുന്ന കാര്യങ്ങൾ നമുക്ക് കൃത്യമായി മനസ്സിലാവുകയും ലോകത്ത് നമ്മളല്ലാതെ, നമ്മൾ മാത്രമല്ലാതെ ഒരുപാട് ജീവികളും ജീവജാലങ്ങളും, ചലിക്കുന്നതും ചലിക്കാത്തതും സംസാരിക്കുന്നതും സംസാരിക്കാത്തതുമായ ഒരുപാട് ജീവജാലങ്ങളും നമ്മളെപ്പോലെയുള്ള മനുഷ്യരും ജീവിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കലാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിദ്യാഭ്യാസമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ പരിഷ്കൃതരും സംസ്കൃതരുമാക്കുന്നത്. വിദ്യാഭ്യാസം കൊണ്ടാണ് സംസ്കാരമുണ്ടാവുന്നത്. സംസ്കാരം ഏതൊരു നാടിൻ്റെയും ഏതൊരു ജനതയുടെയും മുഖമുദ്രയാവണം എപ്പോഴും. ഭാരതത്തിന് 5000 വർഷത്തിലേറെ പഴക്കമുള്ള സംസ്കാരമുണ്ട്. വിവിധ ജാതി, മത, പ്രാദേശിക, രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറം മാനുഷിക മൂല്യങ്ങൾക്ക് ഒരുപാട് വില കൽപ്പിക്കുന്ന ഒരു മഹാരാജ്യത്താണ്, ലോകത്തെ ഏറ്റവും വലിയ ജനായത്ത ഭരണമുള്ള മഹാരാജ്യത്താണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. ഇത് മനസ്സിലാക്കുകയും ഇതറിയുകയും തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ മഹത്വം ഉണരുന്നത്. ഈ വിദ്യാഭ്യാസ സ്ഥാപനം കഴിഞ്ഞ 25 വർഷമായി ഇത് തുടർന്നു കൊണ്ടുപോവുകയും വിജയകരമായി അത് സാധിക്കുകയും ചെയ്യുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാവരും പറയുന്നത് പോലെ ഇന്നത്തെ വിദ്യാർത്ഥികൾ നാളത്തെ പൗരന്മാരാണ്, നാളത്തെ മഹാപൗരന്മാരാണ്, നാളത്തെ വിശ്വപൗരന്മാരാണ്. തീർച്ചയായിട്ടും ഈ വിദ്യാലയത്തിൽ നിന്നും വിശ്വപൗരന്മാരുണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാൻ GPS പഠിച്ചതാണ് എന്ന് നിങ്ങൾ അഹങ്കരിക്കുന്നത് പോലെ, അഭിമാനിക്കുന്നത് പോലെ ഇവിടെയുള്ള അധ്യാപകരും മറ്റു രക്ഷിതാക്കളും നിങ്ങൾ പലരും ഈ സ്കൂളിൻ്റെ അഭിമാന പ്രതീകങ്ങളാകുമ്പോൾ അവരൊക്കെ ഇവിടെ പഠിച്ചിരുന്നവരാണെന്ന് അഭിമാനിക്കാൻ അവർക്കും അവസരമുണ്ടാകുന്ന ഒരു ജീവിതം, ഒരു ഭാവി, അങ്ങനെയുള്ളൊരു പ്രവർത്തനങ്ങൾ നിങ്ങൾ ഓരോരുത്തരും വളരെ നിഷ്കർഷയോടുകൂടി ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വിദ്യാഭ്യാസ ജീവിതം ഇതുപോലെ ഇംഗ്ലീഷ് ഒന്നും പഠിച്ച് പാസ്സായി വന്ന ആളല്ല. ഞാനൊരു നാട്ടുമ്പുറത്ത് 5ാം ക്ലാസ്സിൽ ABCD പഠിച്ച് ആരംഭിച്ച ആളാണ്. അപ്പോൾ എൻ്റെ ഇംഗ്ലീഷൊക്കെ അത്ര വലിയ നന്നാവില്ല. അത് ഭയന്നിട്ടാണ് ഞാൻ ഇംഗ്ലീഷിൽ നിങ്ങളോട് സംസാരിക്കുന്നത്.
ഇംഗ്ലീഷ് ലോകഭാഷയാണ്, വിശ്വഭാഷയാണ്. ഒരുപക്ഷേ നമ്മുടെ ഭാവി ജീവിതം നമുക്ക് ചിട്ടപ്പെടുത്തണമെങ്കിൽ ഇത്രയും ജനങ്ങൾ സംസാരിക്കുന്ന, ഇംഗ്ലീഷല്ല ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ, എന്നാൽ പോലും കൂടുതൽ പേർക്കും മനസ്സിലാവുന്ന ഭാഷയാണ്, സംസാരിക്കുന്നതിനപ്പുറം. അങ്ങനൊരു ഭാഷ നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും വലിയ കാര്യം തന്നെയാണ്. വിദ്യാഭ്യാസ മാധ്യമം ഇംഗ്ലീഷാക്കുന്നതിലൊന്നും വിരോധമുള്ള ആളല്ല ഞാൻ. പക്ഷേ നമ്മൾ ജനിച്ചു വളർന്ന് നമ്മൾ കേട്ട് ശീലിച്ചതുമായ ഒരു ഭാഷയ്ക്ക് കൂടെ പ്രാധാന്യമുണ്ടാകുന്ന ഒരു വിദ്യാഭ്യാസ രീതി ആവണം. നമ്മുടെ വിദ്യാഭ്യാസവും നമ്മൾ പലപ്പോഴും ഈ വേദിയിലിരിക്കുന്ന പല മഹാന്മാരുൾപ്പെടെയുള്ള ആളുകൾ നമ്മളെപ്പോഴും അഭിമാനം കൊള്ളാറുണ്ട്. കേരളം സാക്ഷരതയിൽ വളരെ മുന്നിലാണ്. സാക്ഷരതയും വിദ്യാഭ്യാസവും തമ്മിൽ വളരെയേറെ നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എന്ന് പറയുന്നത് എഴുതാനും വായിക്കാനും മാത്രം അറിയുക എന്നതാണ്. എഴുതുകയും വായിക്കുകയും ചെയ്യുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ അറിവ് വളരുക, നമ്മുടെ അറിവ് നമുക്കും സമൂഹത്തിനും പ്രയോജനപ്രദമാവുക എന്ന് തന്നെയാണ് വിദ്യാഭ്യാസം. ഞാൻ എൻ്റെ കുട്ടികളോട് പറയാവുന്നൊരു ഭാഷയാണോ പറയുന്നതെന്ന് എനിക്കറിയില്ല. എങ്കിലും എനിക്കറിയാവുന്നത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റൂ. സിനിമയിൽ കാണുന്ന മമ്മൂട്ടി അല്ല നിങ്ങളുടെ മുമ്പിൽ കാണുന്ന ഈ മമ്മൂട്ടി. കാരണം നിങ്ങളുടെ അധ്യാപകരെ പോലെ ഒരാളാണ് ഞാൻ, അത്രയൊക്കെ പ്രായമുള്ള ആളാണ്. അപ്പോൾ നിങ്ങളുടെ അധ്യാപകർ പറഞ്ഞു തരുന്ന പോലെ, നിങ്ങളെ നേർവഴിക്ക് നടത്തിക്കുന്നത് പോലെ ഞാൻ പറഞ്ഞ വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴെങ്കിലും ഓർത്തു വയ്ക്കുക. വിദ്യാഭ്യാസം അക്ഷരാഭ്യാസം മാത്രമല്ല, മനുഷ്യരെ തിരിച്ചറിയുക, സമൂഹത്തെ തിരിച്ചറിയുക. എല്ലാവരും ഈ സ്കൂളിൻ്റെ അഭിമാനമാവുക. ഈ സ്കൂൾ നിങ്ങളെപ്പറ്റി എന്നും അഭിമാനം കൊള്ളുക. അങ്ങനൊരു കാലമുണ്ടാകട്ടെ എന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ചും പ്രാർത്ഥിച്ചുകൊണ്ട് 25 വർഷത്തെ ഈ മഹൽ സേവനത്തിന് ഈ സ്കൂൾ അധികൃതരെ അഭിനന്ദിച്ചുകൊണ്ടും ഇതിൻ്റെ 25ാം വാർഷികത്തിൻ്റെ ഈ ആഘോഷത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഞാൻ നിർവഹിക്കുന്നു. നന്ദി, നമസ്കാരം.